Okay, good morning dear students. നമ്മുടെ ഇന്നത്തെ ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം അണ്ടർസ്റ്റാൻഡിങ് 18th സെഞ്ച്വറി ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ള ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ അണ്ടർസ്റ്റാൻഡിങ് 18th സെഞ്ച്വറി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്? നമ്മുടെ മുഗൾ എംപയറിൻ്റെ ഡിക്ലൈനും ആൻഡ് പൊളിറ്റിക്കൽ പവേഴ്സ് എങ്ങനെയാണ് അത് മുഗൾ എംപയർ താറുമാറായത് അല്ലെങ്കിൽ ഫോളോ ചെയ്തത്, തകർന്നത് എന്നൊക്കെ. ദെൻ ഫീച്ചേഴ്സ് ഓഫ് സൊസൈറ്റി, ആ സമയത്ത് ആ ഫീച്ചേഴ്സ്, സൊസൈറ്റിൻ്റെ ഫീച്ചേഴ്സ് എങ്ങനെയായിരുന്നു. എന്തായാലും ഒരു വലിയൊരു രാജവംശം തകരാനുള്ള ഒരു ഡിക്ലൈൻ ചെയ്യുന്ന ഒരു സമയത്ത് ആ സൊസൈറ്റിക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ അതേപോലെ തന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, ബ്രിട്ടീഷ് റൂൾ ഇന്ത്യയിലേക്ക് വന്നതും ഇന്ത്യയെ നമുക്കറിയാം 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അതുവരെ നമ്മൾ എന്തായിരുന്നു, ബ്രിട്ടീഷുകാരുടെ കാലടിയിൽ നമ്മൾ എന്തായിരുന്നു, വളരെ ചവിട്ടി അരക്കപ്പെട്ട നിലയിൽ, അതായത് ടാക്സ് കൊണ്ടും ഒരു സ്വാതന്ത്ര്യമില്ലാതെ, നമുക്ക് വിദ്യാഭ്യാസത്തിനൊന്നും ഒരു സ്വാതന്ത്ര്യമില്ലാതെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് എന്ത് ചെയ്ത് സ്വാതന്ത്ര്യം ലഭിച്ചത്. നമ്മുടെ സോഷ്യൽ റിഫോമേഴ്സും നമ്മുടെ മഹാത്മാഗാന്ധി, ഫാദർ ഓഫ് നേഷൻ, നമ്മൾ മറക്കാൻ പറ്റാത്തൊരു പേര് അല്ലേ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എന്താണ് നമ്മൾ ഇത് ഏത് പോയിന്റിലാണ് മിസ് ഇപ്പോൾ പറഞ്ഞത്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ളതിൽ കൊമേഴ്സ്യൽ ആൻഡ് പൊളിറ്റിക്കൽ പവർ ആൻഡ് ബ്രിട്ടീഷ് പവർ ഇൻ ബംഗാൾ, എക്സ്പാൻഷൻ ഓഫ് ബ്രിട്ടീഷ് പവർ, അവരുടെ എക്സ്പാൻഷൻ ഒക്കെ നമുക്ക് ഈ ഒരു പാർട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അതായത് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് 18th സെഞ്ച്വറി. 18th സെഞ്ച്വറിയിലെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിൽ ഡിസ്കസ് ചെയ്യാനുള്ള, നമുക്ക് മനസ്സിലാക്കാനുള്ള ഭാഗം ദ കോസസ് ഓഫ് മുഗൾ എംപയർ ആൻഡ് റൈസ് ഓഫ് റീജിയണൽ പൊളിറ്റിക്സ്. മുഗൾ എംപയറിൻ്റെ തകർച്ചയും ആ സമയത്ത് ഉയർന്നു വന്ന റീജിയണലായിട്ട് മറ്റുള്ള പവേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗിവൻ അക്കൗണ്ട് മേജർ പൊളിറ്റിക്കൽ പവർ ആൻഡ് എമേർജ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. എമേർജ് ചെയ്യാന്നാണ് ഉയർന്നു വരിക അല്ലേ. മേജർ പൊളിറ്റിക്കൽ പാർട്ടീസ് ഏതൊക്കെയാണ് ഉയർന്നു വന്നത് നോക്കാം. ഡിസ്റ്റിംഗ്വിഷ് ദ റീജിയണൽ വേരിയേഷൻസ് വിത്തിൻ ഇന്ത്യൻ എക്കണോമി ഓഫ് ദ പീരീഡ് ആൻഡ് ദ ഫീച്ചേഴ്സ് ഓഫ് സൊസൈറ്റി ആൻഡ് കൾച്ചർ 18th സെഞ്ച്വറി. 18ാം നൂറ്റാണ്ടിലെ ഫീച്ചേഴ്സ്, സൊസൈറ്റിയിലെ ഫീച്ചേഴ്സ് നോക്കാം. ദെൻ ഇൻവോൾവ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് 18th സെഞ്ച്വറി. 18ാം നൂറ്റാണ്ടിലെ ആ ഒരു ഇത് തകർന്നു പോകുമ്പോൾ അപ്പോൾ ഉണ്ടായ ആ ഒരു പ്രശ്നങ്ങൾ നോക്കാം. ദ യൂണിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് മുഗൾ എംപയർ വാസ് ഷേക്കൺ ഡ്യൂറിംഗ് ദ ലോങ് ആൻഡ് സ്ട്രോങ് റീജിയൻ എംപയർ ഇൻ ഔറംഗസേബ്. നമുക്കറിയാം മുഗൾ എംപയറിൽ കുറേ ആൾക്കാർ, നമ്മൾ മിസ്സിന് ഒരു ക്ലാസ് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായിരുന്നു. അക്ബർ, ഷാജഹാൻ, ജഹാംഗീർ, ഔറംഗസേബ്, ബാബർ അല്ലെ. നമ്മൾ ബാബറാണ് ഇതുണ്ടാക്കിയത് അല്ലെ, മുഗൾ രാജവംശത്തിൻ്റെ സ്ഥാപകൻ. എങ്കിലും പിന്നെ ലാസ്റ്റ് വന്ന ഔറംഗസേബിൻ്റെ ഒരു ഭരണ സമയത്ത് നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നത് മറന്നു പോകരുത്. നമ്മൾ പറയുന്നത് എന്താണ്, മുഗൾ രാജവംശത്തിൻ്റെ ഡിക്ലൈൻ ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്ത് നമ്മൾ ശ്രദ്ധിക്കുക, the emperor of Aurangzeb shaken during the long strong region of emperor of ഔറംഗസേബിൻ്റെ സമയത്ത് അത്യാവശ്യം സ്ട്രോങ്ങിൽ തന്നെയായിരുന്നു. However, in spite of setback of adverse circumstances of Mughal administration was still quite efficient. So Mughal any strong of time. The death of 1707 ഔറംഗസേബ് ഡെത്ത് ആവുന്നത്. This year generally considered the separate of great Mughals from the lesser of Mughals. After the death of Aurangzeb, the Mughal authority weakened. After the death of Aurangzeb, the Mughal empire is weakened. അതായത് അപ്പം തന്നെ ഒരു ക്ഷീണം അനുഭവപ്പെട്ടു. It was not a position of military enforce and regulations in all parts of the empire. The result of many provisional governors started to assert their authority. അതായത് ഔറംഗസേബ് മരണപ്പെട്ടപ്പോൾ തന്നെ ബാക്കിയുള്ള ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റേഴ്സിന് ഉണ്ടാവും. ഏതായാലും രാജാവ് മരണപ്പെട്ടു, ഇപ്പോൾ വേറൊരാൾ രാജാവായി വരുന്നുമില്ല. ആ സമയത്തുള്ള ഒരു പ്രശ്നങ്ങൾ, അതായത് മിലിറ്ററി പവറിലാണെങ്കിൽ അവനവൻ എന്തെങ്കിലും സ്വത്തും സമ്പാദ്യങ്ങളൊക്കെ സ്വയം വാരിക്കൂട്ടാനും പിന്നെന്താണ് മൊത്തത്തിലൊരു ഇറിറ്റേഷൻ വരുന്നത് സമയത്ത്. കാരണം അവരുടെ നേതാവ്, അവരുടെ രാജാവാണ് ആര്, ഔറംഗസേബ് മരിച്ചു പോയത്. അദ്ദേഹത്തിന് കീഴിലൊരു സ്ട്രോങ് മിലിറ്ററി പവർ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, പിന്നെ അദ്ദേഹത്തിന് മരണശേഷം പെട്ടെന്ന് ആ മരണം വന്നപ്പോൾ മിലിറ്ററി പവർ നോക്കാനും ആരുമില്ല, ചെയ്യാനൊന്നും ആരുമില്ലാതൊരു സമയം വന്നു. Then passing of Mughal empire. The Aurangzeb died serious threats from the principal and to assist the problems of core of empire. The new emperor of Bahadur Shah of followed a policy of compromise. അതിന് ബഹദൂർ ഷാ പിന്നെ വന്നത് ആരാണ്? The Aurangzeb died serious threats of peripheries and had begun to problems at the core of empire. The new emperor ബഹദൂർ ഷാ. അപ്പം ഔറംഗസേബിൻ്റെ മരണശേഷം വന്ന രാജാവാണ് ആര്? ബഹദൂർ ഷാ. മറന്നുപോവല്ലേ, ബഹദൂർ ഷാ.
അദ്ദേഹം ഫോളോഡ് എ പോളിസി ഓഫ് കോംപ്രമൈസ്. അദ്ദേഹത്തിൻ്റെ പോളിസി ഒരു കോംപ്രമൈസ് ലെവലിൽ മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷേ ഔറംഗസേബ് എന്തായിരുന്നു, അങ്ങനെയൊന്നുമല്ല. അദ്ദേഹം ഒരു ശക്തിമാനായ, കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രോങ് ഡിസിഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ബഹദൂർ ഷാ എന്താണ്, എല്ലാവരോടും കോംപ്രമൈസ് ചെയ്ത് എല്ലാം അങ്ങോട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. അതൊക്കെ എന്താണ് ഡിക്ലൈന് കാരണമായത്, അത് കോസസ് ഓഫ് ഡിക്ലൈൻ ആണ്. ഹി ഗ്രാൻഡഡ് ദൻ അപ്രോപ്രിയേറ്റ് ടെറിട്ടറീസ് the beginning of try to create another control of over Rajaput state of Rajadas, the city of settlement with them. അതായത് നമ്മൾ ആക്രമിക്കാൻ വന്നൊരു ഭാഗമാണ്, ഇന്ത്യയിലേക്ക് വന്ന ഒരു ഇൻവേഷൻസ് ആണ് ഇത് രജപുത്ത. അവരോട് ഒരു കോംപ്രമൈസ് ലെവലിൽ നിന്ന് നമ്മളെ സ്ഥലങ്ങൾ അവരിങ്ങൾ വേണേ ഭരിച്ചോളി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ബഹദൂർ ഷാ അങ്ങോട്ട് കൊടുക്കുക ചെയ്തത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ തകർന്നു പോയത്. വാസ് എ വീക്ക് ആൻഡ് ഇൻഎഫിഷ്യൻറ്റ്. പിന്നെ വന്നത് ജഹന്തർ ഷാ വാസ് എ വീക്ക് ആൻഡ് ഇൻഎഫിഷ്യൻസ്. പിന്നെ വന്നത് ജഹദൻ ഷാ ആണ്. ജഹന്തർ ഷാ മറന്നോ വെറുതെ, ബഹദൂർ ഷാ കഴിഞ്ഞ് ജഹന്തർ ഷാ. അദ്ദേഹം ഒരു വീക്ക് ആൻഡ് ഇന്നവിഷൻ റൂളറായിരുന്നു. അത്യാവശ്യം എന്നില്ല ഒരു സ്ട്രോങ് റൂളർ അല്ല. മറ്റേത് കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പോകാൻ നോക്കി. പക്ഷേ ഈ ഒരു പിന്നീട് വന്ന നമ്മുടെ ഈ ഒരു രാജാവ് പ്രത്യേകം ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് എക്സിക്യൂട്ടീവ് ഡയറക്ഷൻ ഓഫ് ദ എംപയർ വാസ് അൺപ്രൊസീഡഡ് ഓഫ് പവേഴ്സ്. അപ്പോൾ എക്സിക്യൂട്ടീവ് പവർ ഉണ്ടാവുമല്ലോ, ഓരോ മിലിറ്ററി ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ഫുഡ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും പല ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അതൊക്കെ എന്തായി മാറി, കോർഡിനേഷൻ ചെയ്യാൻ ആളില്ലാതെ ഇയാളൊരു വീക്കെൻഡാണ്, ഇന്നവിഷനാണ്. അതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു ചർച്ചാ വിഷയമൊക്കെ ഉണ്ടാവില്ല. ആർക്കും എന്തും ചെയ്യാം, പണം കൈയിട്ട് വരാൻ നമ്മൾ പറയില്ല, നമ്മുടെ ലോക്കൽ ഭാഷയിൽ ആർക്കും എന്തും കൈയിട്ട് വരാവുന്ന ഒരു സ്ഥിതി. കാരണം പണമൊക്കെ തട്ടിയെടുക്കാനും ചൂഷണം ചെയ്യാനും എല്ലാം അനുഭവിക്കേണ്ട ലാസ്റ്റ് നമ്മുടെ ഈ ഒരു നോർമൽ പീപ്പിൾ ആയിരിക്കില്ല, ഓർഡിനറി പീപ്പിൾ ഉണ്ടാവില്ല സൊസൈറ്റിയിൽ. അവർക്കായിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു അനന്തരഫലം ഉണ്ടാവുക. കാരണം രാജാവ് ഒരു ശക്തി ഇല്ലാത്തതും അല്ലെങ്കിൽ ഒരു കോർഡിനേറ്റ് പവർ ഇല്ലെങ്കിൽ, സ്ട്രോങ് റൂൾ അല്ലെങ്കിൽ ഈ അനുഭവിക്കുന്നത് സാധാരണക്കാരായിരിക്കും. അപ്പോൾ അതും എന്തിന് കാരണമായി, നമ്മുടെ മുഗൾ എംപയർ നമ്മുടെ ഇന്ത്യയിൽ തകരാൻ കാരണം. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ദ 18th സെഞ്ച്വറി എന്നുള്ള ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അണ്ടർസ്റ്റാൻഡിങ് എന്താണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, ദ ഡിക്ലൈൻ ഓഫ് മുഗൾ. അതിനകത്ത് പൊളിറ്റിക്കൽ പവേഴ്സ് ഏതൊക്കെയാണ് വന്നത്. ജഹാംഗീർ ഒരു നല്ലൊരു പൊളിറ്റിക്കൽ പവേഴ്സ് ആയിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ബഹദൂർ ഷാ വന്നതും ജഹന്തർ ഷാ വന്നതും. അത് ഒരു വീക്കായിട്ടുള്ള റൂളർ ആയിരുന്നു. അതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് എന്തായില്ല, ഒരു അക്സെപ്റ്റ് ആവാനും പറ്റില്ല, അവരെ കോർഡിനേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. മിലിറ്ററി പവറൊക്കെ വീക്കായി. അതായത് പിന്നെ രജപുത്ത എന്ന് പറയുന്ന നമ്മളെ പുറത്തുനിന്ന് വന്നൊരു ശത്രു രാജ്യം രജപുത്താസ്, അവർക്ക് കൊടുത്തതാ, നിങ്ങൾ വേണേൽ എടുത്തോളി എന്നൊക്കെ പറഞ്ഞിട്ട് കോംപ്രമൈസ് ചെയ്ത് ഗ്രാൻഡഡ് ആയിട്ട് കുറേ സ്ഥലങ്ങളും കൊടുത്തു. ഇതൊക്കെ എന്തിന് കാരണമായി, നമ്മുടെ മുഗൾ എംപയർ തകരാനുള്ള കാരണങ്ങളായി മാറി. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം ദ നവാബ് ഓഫ് ബംഗാൾ. ബംഗാളിലെ നവാബ് നിങ്ങൾക്കറിയാം. ബംഗാളിലെ നവാബ് ആരായിരുന്നു, മുർഷിദ് കുലി ഖാൻ. അദ്ദേഹം ഹു സ്റ്റാർട്ടഡ് ദ കരിയർ ഓഫ് ദിവാൻ ഓഫ് ബംഗാൾ അണ്ടർ ഔറംഗസേബ് ബിക്കം വെർച്വലി ഇൻഡിപെൻഡൻറ്റ് വിത്ത് ദ ഗ്രോം വീക്കണിങ് ഓഫ് ദ സെൻട്രൽ അതോറിറ്റി. ഇവിടെ എന്താണ്, വീക്കാണ് സെൻട്രൽ കേന്ദ്രഭരണ പ്രദേശം. ഡെക്കാൻ എന്തായിരുന്നു, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കേന്ദ്രഭരണ പ്രദേശം അല്ലേ, സെൻട്രൽ ഗവൺമെൻറ് കറക്റ്റായിട്ടുള്ള സ്ഥലം ഡെക്കാനാണ്. ഡെക്കാൻ ഹെഡായിട്ട് നിന്നിട്ടാണ് പൊതുവെ മറ്റെല്ലാ ഭാഗങ്ങളും കൺട്രോൾ. പ്രൊവിൻഷ്യസ് അല്ലേ, പ്രൊവിൻസസ് നമ്മൾ പറയില്ലേ, പ്രവിശ്യകളൊക്കെ എന്തായിപ്പോൾ ആ പ്രവിശ്യകളുടെ ഹെഡായിരുന്നു ഡെക്കാൻ. ഡെക്കാനിൽ ആര് നമ്മൾ ഈ പറഞ്ഞ ആൾ ആരായിരുന്നു, നമ്മൾ മിസ് ഇപ്പോൾ പറഞ്ഞ പേരെന്തായിരുന്നു, ഡെക്കാനിലെ റൂളർ ആരായിരുന്നു, ഡെക്കാനല്ല ബംഗാളിലെ റൂളർ ആരായിരുന്നു, മുർഷിദ് കുലി ഖാൻ, ഹു സ്റ്റാർട്ടഡ് എ കരിയർ ഓഫ് ദിവാൻ ഇൻ ബംഗാളായിരുന്നു മൊത്തത്തിലൊരു ഭരണ പ്രദേശം. ബംഗാളിൽ എന്തായി, ഈ ഒരു വീക്കെൻഡ് ആയിട്ടുള്ളൊരു കേന്ദ്രഭരണ പ്രദേശമായ വീക്കെൻഡായി മാറിയപ്പോൾ എന്തായി, മൊത്തത്തിൽ എന്തായി, മിലിറ്ററിയൊക്കെ ഇതാവാൻ തുടങ്ങി. And he regularly sent tribute to the Mughal Emperor Ali Wardi Khan, despot the family of Murshid, and agricultural trade and into this Nawab brought stability and peace of promoted agricultural trade and industry. അഗ്രികൾച്ചറും ഇൻഡസ്ട്രിയും ട്രേഡൊക്കെ അവർ എങ്ങനെയെങ്കിലൊക്കെ ഡെവലപ്പ് ആവാൻ ശ്രമിച്ചെങ്കിലും ഒന്നും എന്തായിട്ടില്ല, അതിന് ഡെവലപ്മെൻ്റ് ആയിട്ടില്ല, സക്സസ് ആയിട്ടില്ല. അങ്ങനെ തന്നെയാണ് അതാണ് മുഗൾ എംപയറിൻ്റെ ഡിക്ലൈനുള്ള കാരണങ്ങളാണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇത് പിന്നെ നിങ്ങൾ പറയേണ്ട, നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. നമ്മൾ ഇന്ത്യക്കാരെ ഇഷ്ടം പോലെ വർഷങ്ങളോളം നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്തൊരു ഭാഗമാണ് ആര്, നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ നികുതി ചുമത്തുന്നതിലൂടെയും നമ്മുടെ പ്രവിശ്യകൾ, നമ്മുടെ നാട്ടുരാജ്യങ്ങളല്ലേ, നമ്മുടെ നാട്ടുരാജ്യങ്ങളെ എന്താക്കി മാറ്റാൻ അവർ ശ്രമിച്ചിരുന്നത്, നാട്ടുരാജ്യങ്ങളെ അവർ തമ്മിൽ തല്ലിപ്പിക്കുക അല്ലേ. അതായത് തിരുവിതാംകൂറും നമ്മളുടെ ഇന്ത്യ എന്തായിരുന്നു, കുറേ ചെറിയ കുഞ്ഞു
പ്രാദേശികമായിട്ട് വിഭജിച്ച് കിടന്ന സമയത്താണ് ആര് വന്നത്? നമ്മൾ ബ്രിട്ടീഷുകാർ വന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പരസ്പര ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയാണ് ആര്